ഞാൻ നേരത്തെ ഹേമ കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ നിങ്ങളെ ചുറ്റിപ്പറ്റിയും ചില പീഡന പരാതികളൊക്കെ വന്നപ്പോൾ എങ്ങനെ തരണം ചെയ്തു? അത് മനഃശക്തി കൊണ്ട് അത് വ്യാജമായിട്ട് കുറെ സംഭവങ്ങൾ വന്നു. ഇപ്പം നമ്മളെ കൂടെ നിന്ന് വെച്ച ആൾക്കാരുണ്ടല്ലോ, പണ്ട് റിയ വിഷയം വന്നപ്പോൾ നമ്മളെ കൂടെ നിന്ന് വെച്ച ആൾക്കാർ റിയ പിന്നെ ഇറക്കിയിട്ടുണ്ട്. വിനീതും പ്രൈറ്റും കൂടി ഒരുമിച്ച് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നമ്മള് വേറെ ലെവലിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ 3 പേരെ തകർക്കാൻ പറ്റൂല. ഞങ്ങള് എത്ര തിരമാല അടിച്ചാലും 3 പേരായി പാറ പോലെ ഉറച്ചിരിക്കും. കാര്യം ഞങ്ങളുടെ സ്വപ്നം സിനിമയാണ്. അവിടെ എത്താൻ വേണ്ടി ഞങ്ങൾ പ്രിയ സപ്പോർട്ട് ചെയ്ത് നമ്മളല്ലേ, പ്രിയ സപ്പോർട്ട് ചെയ്ത് പ്രിയയില്ലേ, പ്രിയ ഡാൻസ് ചെയ്തത് പെൺകുട്ടിയെ ഒരുപാട് പേര് നമ്മൾ ഗേ എന്ന് പറഞ്ഞപ്പോഴേ നമ്മളോട് ഒരുമിച്ച് ഡാൻസ് കളിച്ചായിരുന്നു. നാളെ ഉണ്ടാവും. എനിക്കത് മോശക്കാരൻ. അലിൻ ജോസ് പെരേര ആറട്ടണൻ നിങ്ങൾക്ക് ഗേ ആണെന്ന് ആരെങ്കിലും പറഞ്ഞു? പറഞ്ഞു, കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ ലാലേട്ടൻ വെച്ച് ഒരാള് കമന്റ് ഇടാൻ പറ്റുമോ? അവൻ നാളെ ജീവിച്ചിരിക്കില്ല. നമ്മളത്ര ലെവലിൽ എത്തിയിട്ടില്ലല്ലോ. നിനക്ക് മറ്റേ അനീഷേട്ടനെ കൂട്ടില്ലേ? പറയില്ല മമ്മൂക്കയിൽ ലാലേട്ടർ ഗേ ആരും പറയില്ല. മമ്മൂക്കയിൽ ലാലേട്ടർ അവരുടെ തമ്മിൽ ഗേ ആണെന്ന് ആരും പറയില്ല. എവിടെ നേരെ ഓടിക്കോ. നിങ്ങൾ ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നേ. നിങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇയാള് 3-4 ചെയ്തെന്നാണ് എന്നോട് ബ്രൈറ്റ് പറഞ്ഞത്. അല്ല, ഇത് ഞാൻ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും കണ്ടുപിടിക്കുന്നില്ല. പോകൂല സാധനം, എപ്പോഴും പോകുന്ന സാധനം. എനിക്ക് എല്ലായിടത്തും പോകുന്ന സാധനമാണ് മാസ്റ്റർ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം. പ്രായപൂർത്തിയാകുമ്പോൾ പോകും. 18 വയസ്സാകുമ്പോൾ തുടങ്ങി എല്ലാവർക്കും പോകും. ഇതൊന്നും അത്രയൊന്നും പോകുന്നില്ല. തിയേറ്ററുകളിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ കയറ്റാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിയേറ്ററുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കയറാനല്ല. വനിതാ വിരുദ്ധയിൽ മാത്രമാണ് വിലക്ക്. അത് മനസ്സിലാക്കാണ് വിലക്ക്. റിവ്യൂ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ തിയേറ്റർ ഓണർ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുക്കും വന്ന് ഇവിടെ കാണാം. ഞാൻ അഡ്വക്കേറ്റിന് ചോദിച്ചാണ്. ടിക്കറ്റ് എടുത്ത് അഡ്വക്കേറ്റ് അവന്ന് കാണാം. റിവ്യൂവും കൊടുക്കാൻ പറ്റും. ഒരാളെ മാത്രം റിവ്യൂ ബാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വിചാരിച്ചാണ് അവൻ പോകാത്തത്. പിന്നെ വേറൊരു റിവ്യൂ കൊടുക്കാൻ പറ്റും. ബാൻ ചെയ്യാൻ എല്ലാവരും ബാൻ ചെയ്യാൻ അഡ്വക്കേറ്റ് പറഞ്ഞു. ഈ ഫോട്ടോ ഉണ്ട്, ഇത് എന്റെ അനിയത്തിയാ. കാണിക്കാൻ കാര്യമില്ലേ? ഇപ്പൊ എനിക്ക് അനിയത്തിമാരെ പോലെയാണ് നടിമാര്. സിനിമ നടിമാർ തിയേറ്റർ വരുമ്പോൾ വെറുതെ പറഞ്ഞല്ലേ, റീച്ച് കൊണ്ട് പറഞ്ഞല്ലേ, ആൾക്കാർക്ക് അറിയാം റീച്ച് കൊണ്ട് പറയണേ. നമ്മള് ഒരു വൈഫാക്കാൻ ആരെയും നോക്കിയിട്ടില്ല. ബ്രൈറ്റ് പറഞ്ഞത് ഇയാള് ഈ നടിമാരുടെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ നിന്നിട്ട് രാത്രി മറ്റു വേണ്ടിയാണ് മാസ്റ്റുബേഷനാണ്. ബെസ്റ്റ് സൗഹൃദം. ഇതിന്റെ പേരിൽ രാത്രി വീഡിയോ വേറെ കാര്യം പറയാം. അണ്ണൻ ആ വീഡിയോ ചെയ്തോണ്ട് 7 മില്യൺ കയറി. ആ 7 മില്യണിൽ അണ്ണന് നല്ല പൈസ കിട്ടി. ഇങ്ങനെയൊക്കെ ഭക്ഷണം മേടിക്കുന്നു. ഇങ്ങനെയൊക്കെ വീഡിയോ കയറി കോമാളിയായിട്ട് വീഡിയോ എനിക്ക് ദുഃഖമാണ്. അവന് ഇത്ര റീച്ച് ആയിട്ടില്ല ഇത്രയും പോയത്. വേറെ ഇപ്പൊ തന്നെ കുറച്ച് വീഡിയോ ഇത്ര പോവോ? തന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോ പോവോ? ഇവന് അത്ര റീച്ച് അവന്റെ പോപ്പുലാരിറ്റി കളിക്കില്ല. എന്റെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു പടത്തില് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം മറ്റേ അടുത്ത ദിവസം ഇറങ്ങാൻ പോണുള്ളൂ ഏപ്രിൽ. അപ്പൊ അതിൽ പറയേണ്ടത്, ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ജീവിതം കോമഡിയാ, പക്ഷെ അവസ്ഥകളും കോമഡിയാ. പക്ഷെ റിയൽ ലൈഫ് ഉണ്ടല്ലോ, അതൊരിക്കലും കോമഡിയല്ല, അതൊരിക്കലും സീരിയസ് ആണ്. മനസ്സിലായി? അതാണ് നമ്മളെ പെരേര പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ. പെരേര എന്തൊക്കെ പ്ലാൻ ചെയ്താലും പെരേര നേടി. പെരേര വൈറലായി. ഇപ്പൊ സിനിമയിലൊക്കെ പെരേര എല്ലാവരും അത്യാവശ്യം കൂടെ വന്ന് അഭിനയിക്കാനുണ്ടല്ലോ. മനസ്സിലായി? റീലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മറ്റേ നിന്റെ കൂടെയൊക്കെ ഒരു കൂടെ നിൽക്കാൻ പെണ്ണുങ്ങളുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളൊന്നും അഭിനയിക്കുന്നില്ലേ, അഭിനയിച്ച് വിവാദം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പെരേര പൊട്ടനാണ് ആൾക്കാർ പറയും. പെരേര അല്ല പൊട്ടൻ. ആ പെരേര കളിയാക്കുന്ന ആൾക്കാർ പൊട്ടന്മാർ. എന്തുകൊണ്ടാണ്? ബുദ്ധിമാനാണ് പെരേര. മനഃപൂർവ്വമാണ് ഈ പൊട്ടത്തരം കാണിക്കുന്നത്. ഈ ഇയാളെ പൊട്ടനാ പറയുന്ന ആൾക്കാരാണ് പൊട്ടന്മാർ. ഓക്കെ, അപ്പൊ ഞാനൊരു അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ചെറിയ സന്തോഷ വാർത്ത പറയട്ടെ. വേറെ ഒന്നുമല്ല, ഞായറാഴ്ച പെരേരയുടെ പെണ്ണ് കാണാൻ, അതായത് കല്യാണം താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മലയാള മനോരമയിൽ പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ഞങ്ങള് പെണ്ണ് കാണാൻ തുടങ്ങണേണ്. അതുകൊണ്ട് അണ്ണനൊരു സസ്പെൻസ് ആയിട്ട് വെക്കാന്ന് വെച്ചാൽ അണ്ണനോട് അണ്ണന് താല്പര്യമില്ല. അപ്പൊ മലയാള മനോരമയിൽ ഞങ്ങൾ ഞായറാഴ്ച വരും. വേണമെങ്കിൽ നുണ പറഞ്ഞല്ല, പൈസ ഒക്കെ കൊണ്ടുപോയി. ഇല്ല ഞങ്ങളല്ല, ഇല്ല ഇവന് അത്യാവശ്യം ഒരു കുഞ്ഞിക്കാലി കാണണമെന്ന് പറയും.
മലയാള മനോരമ മലയാള മനോരമ ഇനി ബാൻ ചെയ്യോ നിങ്ങളെ? പൈസ കൊടുത്ത് ബില്ലടച്ചതാ. ഇയാൾ പറയുന്നത് ഇയാളെ കുഞ്ഞിക്കാല് വേണമെന്ന്. അവസാനം ഇയാളെ കുഞ്ഞിക്കാലെ വേറെ സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രാവശ്യം പറഞ്ഞല്ലോ, ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഓൺലൈനിൽ ന്യൂസ് ഇടുമ്പോഴേ ആൾക്കാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യണമെന്ന് ഓർക്കണം. പക്ഷേ പത്രത്തിൽ കൊടുക്കുമ്പോൾ പ്രൊഫഷണൽ ഞാൻ പഠിപ്പുണ്ടല്ലോ എനിക്ക്. എത്ര പഠിപ്പ്? ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. പക്ഷെ ജോലി അല്ല, അലിൻ ജോസ് പെരേര പഠിപ്പില്ലാത്തവനാണ് ചിലർ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാ? നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ പല ബാങ്ക് ടെസ്റ്റ് എഴുതിയതാണ്, പരാജയപ്പെട്ടിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഒരുപാട് പിയൂണിട്ടൊക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാത്തവരാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് നിൽക്കുക, ഈ ഫിലിം റിവ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അല്ല, അതിൽ സന്തോഷമുണ്ട് നമുക്ക്. നല്ലൊരു ഇപ്പൊ നോക്കിയേ, ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന ആളല്ലേ? അല്ലേ? അപ്പൊ അലിൻ ജോസ് പെരേരനൊക്കെ ഇതുപോലെ ഒരുപാട് ടെസ്റ്റ് എഴുതിയിട്ട് പുള്ളി പരാജയപ്പെടണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കാതെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അയാൾക്ക് കലാകാരനാണ്, അയാൾക്ക് അഭിനയിക്കാൻ അറിയാം, മിമിക്രി ചെയ്യാൻ അറിയാം. അയാളുടെ കഴിവ് അതാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവല്ല. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് സിനിമ ജീവിതം, പുള്ളിക്ക് സിനിമയിൽ കയറാൻ വലിയ താല്പര്യം. പക്ഷേ ഇനിയൊരു നമുക്കൊരു ജോലി ചെയ്ത് ജയിക്കാനുള്ള സംവിധാനം ഇല്ല. പക്ഷേ വേറെ സംഭവം ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബിസിനസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, 2 ലക്ഷം വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാം. അത് ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ. കുക്കറി ഷോപ്പ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് പെരേര മറ്റേ ഇത് തുടങ്ങുന്നുണ്ട്. അതായത് പാചക വിദഗ്ധൻ. അണ്ണൻ അറിയാൻ പാടില്ല, അണ്ണന്റെ ഒരു പ്ലേറ്റ് കൂടി കൈ അറിയാൻ പാടില്ല. പക്ഷെ എനിക്കറിയാം, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി അലിൻ ജോസ് തുടങ്ങുന്ന ഒരു പരിപാടിയാണ് കുക്കറി ഷോ. വെറുതെ ഇരിക്കുന്ന കൊച്ചമ്മമാര്, ചെറിയ 18 വയസ്സിൽ താഴെയുള്ള ഇയാള് പെരേര എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത ഒരാളാണ്. കല്യാണം നടത്താനും എല്ലാ കാര്യത്തിലും അത് ഞാൻ അവന്റെ ചങ്കായിട്ട് കൂടെ നിൽക്കും. ഞാനൊരു കാര്യം ഇയാള് എല്ലാ രീതിയിലും സഹായിക്കും. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞ് കുഞ്ഞിക്കാലുണ്ടാവും എല്ലാം ഇയാൾ സഹായിക്കും. ഞാനൊരു കാര്യം ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിഷ്ണു കൊച്ചിക്കാരൻ. ശരിക്കും അലിൻ ജോസ് പെരേരയും വിഷ്ണു കൊച്ചിക്കാരൻ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനെയും ബന്ധിപ്പിക്കുന്ന ഒരു നൂൽപാലമാണോ വിഷ്ണു കൊച്ചിക്കാരൻ? പലപ്പോഴും വളക്കിട്ടിരിക്കുമ്പോഴും ഞാൻ ഒന്നിപ്പിക്കാറുണ്ട്. പ്രശ്നമല്ലേ? കാരണം ഞാൻ പറഞ്ഞുതരാം, അണ്ണന് അല്ല അങ്ങനത്തെ അല്ല. അണ്ണൻ ഇപ്പൊ നാളെ ഇവരെ പറ്റി ഒരു വീഡിയോ ഇട്ടാലും ഞാൻ ഇവരെ എങ്ങനെയെങ്കിലും അണ്ണന്റെ അടുത്ത് എത്തിച്ച് ഒരുമിച്ച് എങ്ങനെയെങ്കിലും ഒരു ഞാനും ഫീൽഡ് ഔട്ടോ. ഇയാള് അടുത്ത ഇല്ല, ഞങ്ങള് ജൂനിയർ ആർട്ടിസ്റ്റ് തുടങ്ങിയതാ. ഞങ്ങൾ അണ്ണൻ ഒരാൾ മതി. ആറാട്ടണ്ണൻ അവസാനമായിട്ട് പറയാം. മറ്റേ ഫിലിമിന്റെ നമ്മളിപ്പോ അഭിനയിച്ചൊരു പടം OTT വരുന്നതാണ്. ഏത് പടം? ബാഡ് ബോയ്സ്. അത് പറയാൻ കാര്യം തന്നെ ഏഷ്യാനെറ്റിലാണ് വന്നത്, ഉമർലു സാറിന്റെ പടം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അഭിനയിച്ചൊരു പടങ്ങളിൽ സീൻസ് OTTയുടെ ഇല്ല കട്ടിയിട്ടില്ല. ടീസർ വന്നിരുന്നു. ടീസർ പേജിലിട്ടിരുന്നു. അതെ, ഞാനൊരു അതെ, മലയാള സിനിമയിൽ നിങ്ങൾ രണ്ടുപേരെ മനസ്സിലാക്കാൻ ഒമർ ലുലു മാത്രമുള്ളൂ സംവിധായകരിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം ഒമർ ലുലുവിന് ഒരു പേര് കൊടുക്കാം അത് തന്നെ. കാരണം മറ്റേ ബസൂക്കയിൽ വിളിച്ചോ? ബസൂക്കയിൽ അഭിനയിച്ചാണല്ലോ. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയി. മമ്മൂക്കയുടെ അവിടെ നിന്ന് ഇട്ടിട്ട് പോയാ? അവിടെ ഫെസിലിറ്റീസ് എനിക്ക് പണം രൂപ കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല, സ്ഥലം ഡ്രസ്സ് വാങ്ങാൻ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പോയി. ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചത് അല്ല, എന്നെ കയറ്റിയില്ല ലൊക്കേഷനിൽ. പൊക്കോളാൻ പറഞ്ഞു. ഗൗതമേനോട് കൂടെ അഭിനയിച്ചതാണ്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ ഒമർ ലുലു മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇനി കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ. ബാഡ് ബോയ്സ് കഴിഞ്ഞ് 3 പടങ്ങൾ ചെയ്തായിരുന്നു. ഗുലാന്റെ തട്ടുകട, കൂടല്, ചോല വിസ്കി, സിനിമാക്കാരൻ ഗിരി, 4 പടങ്ങൾ ചെയ്തു. ഒരു പടത്തിന് ഡബ്ബിങ് കഴിഞ്ഞു. ഇപ്പൊ കാരണം ഒരുപാട് പേർക്ക് അടുത്ത ആഴ്ച തയ്യൽ മിഷൻ ഞാൻ നല്ലൊരു വേഷം ചെയ്ത പടം അത് റിലീസാണ്. പെരേരയ്ക്ക് ഫുഡ്, സെക്സ് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ആക്രാന്തമാണ്. അത് വെറുതെ കല്യാണ മാട്രിമോണിയിൽ കൊടുത്താലും കിട്ടുമോ പെണ്ണ്? ഇവന്റെ പേരെഴുതിയിട്ടില്ല അതില്. അതായത് പെണ്ണ് വീട്ടുകാരായിട്ട് ഇവനെ കൊണ്ട് ചെല്ലുമ്പോ അവർക്ക് കിടുങ്ങണം സസ്പെൻസ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും സെക്സ് അല്ല ജീവിതം. ഒരു മറ്റേ പെൺകുട്ടിയായിട്ട് ഇണങ്ങി ചേരുക, എന്നിട്ട് ബാക്കിയുള്ള രീതിക്ക് പോകും. ഇതിനുള്ള മറുപടി അണ്ണൻ രാത്രി നിന്നോട് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ട്.
പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ പറയും മറ്റേ നമ്മള് ബിസിനസ് തുടങ്ങുമല്ലോ, മറ്റേ ടെക്സ്റ്റൈൽസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് സർക്കിളിൽ. അല്ല കുക്കറി ഷോ കുക്കിംഗ് അറിയോ? കുക്കിംഗ് അറിയോ? കളർ മാത്രം പ്രശ്നമുണ്ട്. കുക്കിംഗ് അങ്ങനെ പറയരുത്, ആ വർത്തനം പറയരുത്. കറുത്ത പെണ്ണ് വെളുത്ത പെണ്ണ് ഇതാക്കി പറയരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. പെണ്ണിനെ കിട്ടാതെ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ഇടയിലും പൊളിറ്റിക്സാ. അങ്ങനെയല്ല, അങ്ങനെ കറുപ്പ് വെളുപ്പെന്ന് പറഞ്ഞ് വിഭജിപ്പിക്കണം. ശരിക്കും നോക്കി ഫൈനലായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നോക്കിയേ, അതൊരിക്കലും പാടില്ല. എനിക്കൊരു പെണ്ണ് കിട്ടാന്ന് ദൈവത്തിന്റെ ഒരു പറയണേ. ഒരു പോസ് ഒരു ഇതിട്ടോ ഈ പുള്ളിക്കാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർമ്മയുണ്ടോ? വനിതാട്ടിയായിട്ടില്ല ഓർമ്മയുണ്ടോ? അത് അവരുടെ യൂട്യൂബ് ചാനൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ്. ഫൈനലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും നിങ്ങൾക്കാണോ പ്രേക്ഷകർ പറയുന്ന പോലെ വട്ട്, അതോ നിങ്ങളെ കാണുന്ന പ്രേക്ഷകർക്കാണോ വട്ട്? പ്രേക്ഷകർ വട്ടല്ല, പ്രേക്ഷകർ പൊട്ടന്മാരാണ്. അത്ര പറയാനുള്ളൂ. അതായത് അണ്ണൻ ഒരു വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരു വീഡിയോ ഇട്ട്, പിന്നെ അണ്ണൻ ഞങ്ങളെ പറ്റി വീഡിയോ ഇടും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? പൊട്ട കളിപ്പിക്കൽ പെരേരയാണ്. എന്നെയാണ് കൂടുതലും വിളിച്ച് തെറി പറയുന്നത് മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ. ബുദ്ധിമാന്മാര് നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പൊ ദിയ എന്ന പെൺകുട്ടികളുണ്ട്, അവരൊക്കെ ഡെയിലി മാന്യമായിട്ട് വിളിക്കാറുണ്ട്. അനുമോൾക്ക് തലക്കോളോന്ന് എനിക്ക് തോന്നുന്നു, തലക്ക് വെളിവില്ലെന്ന് തോന്നുന്നു, ബുദ്ധിയില്ല വളർച്ചയില്ല. അലിൻ ജോസ് പെരേര അറിയില്ല എന്ന് പറഞ്ഞ ഒരു വലിയ തെറ്റാണോ? അലിൻ ജോസ് പെരേര അറിയില്ല എന്ന് പറഞ്ഞ വലിയ തെറ്റാണ്. അറിയില്ല എന്ന് പറയാൻ ചിലപ്പോ ഫെഫ്ക പറയുന്നതായിരിക്കും, പറയരുതെന്ന് അറിയില്ല. സിനിമാ ചോദ്യം. ഇനി ലാലേട്ടനും മമ്മൂക്കയും കാണും ചോദിക്കണം, അലൻ ജോസ് പെരേര AGP അറിയും ചോദിക്കണം. ഫെഫ്കയെ പറ്റി ഒരു കാര്യം പറയാം. ഫെഫ്കയുടെ മീനിങ് അറിയാലല്ലേ? ഡയറക്ടേഴ്സ് യൂണിയനാണ്, ഡയറക്ടേഴ്സ് യൂണിയൻ. അതിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഞാൻ ഈ നടിമാരായിട്ട് ഒരു അനിയത്തിനെ പോലെ ചേച്ചിനെ പോലെയൊക്കെ കാണുന്നത് സ്വന്തം വീട്ടില്. അപ്പൊ പിടിച്ച് ഞാൻ പറയട്ടെ. അപ്പൊ എന്നിട്ട് എനിക്കെതിരെ കേസ്, ആരട്ടണ് കേസ് ഉണ്ടാവും, ശല്യപ്പെടുത്തി നടിമാരെ. നമ്മൾ സെൽഫി എടുക്കും, കൂടെ നിന്നൊരു സംസാരിക്കും, അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പടത്തിന്റെ റിവ്യൂ എടുക്കും. അല്ലാണ്ട് ഈ നടിമാരെ ശല്യപ്പെടുത്താൻ അധികം നേരം വിളിക്കാനോ പോയിട്ടില്ല. 2-3 സെക്കൻഡ് വിളിച്ചിരുന്നു ഫോണിൽ, മീഡിയ പോയി. അത് 16 സെക്കൻഡ്. പക്ഷെ നമ്പർ എവിടെ നിന്ന് കിട്ടണം? അരണം തന്നാന്ന് 6 കൊടുക്കണ നമ്പർ നടിമാരുടെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നടിമാരുടെ നമ്പർ കിട്ടണം? നടിമാരുടെ എല്ലാവരും നമ്പർ നിങ്ങൾക്ക് എവിടെ നമ്പർ പറയരുത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് അവർക്ക് കൺസെന്റ് ഇമ്പോർട്ടന്റ് അല്ലേ? കൺസെന്റ് ഒരു നമ്പറൊക്കെ എവിടെ നിന്ന് തപ്പിപ്പിടിച്ചു? ഞാനൊരു പ്രശ്നമില്ലല്ലോ. ഞാനിപ്പോ അനുസരിച്ചാരാണ് വിളിച്ച് പറഞ്ഞു ഇയാൾക്ക് നമ്പർ കൊടുക്കും, എന്റെ നമ്പർ കൊടുത്തു, ഞാൻ വിളിച്ച് കുഴപ്പമില്ല. ഷെയർ ചെയ്യാവോ? തെറ്റല്ലേ അത്? ഇയാളുടെ ആഗ്രഹപ്രകാരം കൊടുത്താൽ നിങ്ങളുടെ സൗഹൃദം അങ്ങനെ ഉപയോഗിക്കാം. ഇയാളെ രാത്രി 2 മണിക്ക് അശ്വങ്കോക്കിന് വിളിച്ചു അന്നാ. അശ്വന്തൂക്കിനൊക്കെ പിന്നെ ഈ നടിമാരുടെ നമ്പറൊക്കെ കൊടുക്കണം എന്തിനാ പുള്ളിക്കൊക്കെ? നടിമാരാലോചിച്ച് പലതും ചെയ്യണ ആളാണെന്ന്. അപ്പൊ അയാൾക്ക് നമ്പർ കൊടുക്കാമോ? അത് പിന്നെ അറിഞ്ഞത്, മറ്റേ അറിയില്ലായിരുന്നു. നമ്പർ കൊടുക്കോ? ഇനി നമ്പർ കൊടുക്കോ? ഇനി നമ്പർ കൊടുക്കില്ല. ചോദിച്ചാലും എന്നോട് അനാർക്കലി, ഒരു നടിയുടെ നമ്പർ കൊടുക്കരുത്. എന്നോട് അനാർക്കലി അനുസരിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്. പിന്നെ കൊടുക്കരുത്. അല്ലെങ്കിൽ ഇനി നമ്പർ ചോദിക്കരുത്. എന്തിനാ? നിങ്ങൾ ഏതെങ്കിലും ഒരു മാട്രിമോണിയിലൊക്കെ ഇട്ടൊരു കല്യാണം കഴിക്കൂ പോരെ? നടിമാരെ പുള്ളി ഇങ്ങോട്ടാ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ല. വേണമെന്ന് ചോദിച്ചപ്പോ ഇയാൾ എന്നോട് ചോദിച്ചാണ് എന്റെ വീട്ടിൽ പുള്ളി വേണോ എത്ര വേണം തരാന്ന് പറഞ്ഞു. കള്ളം പറയട്ടെ, ഭയങ്കര കള്ളം പറയില്ലാട്ടാ. ഇയാൾ കല്ലോടിക്ക് പോയ കാര്യം, ഇയാൾ എന്റെ വീട്ടിൽ വന്ന് മാച്ച് വീട്ടിലെ ഉള്ള കാര്യം ഇയാൾ സംഭവിക്കാത്തതാണ്. അപ്പൊ പടം കാണുന്നത് ഇനി പറഞ്ഞു ഞാൻ കൂടുതൽ വിവാദവും. ശരി, ഉള്ള വിവാദം മതി. ശരി, താങ്ക് യു. ബാക്കിയാണോ? താങ്ക് യു.